UDFന്റെ കോട്ടയാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലം. വർഷങ്ങളായി മുസ്ലിം ലീഗ് മാത്രമാണ് ഇവിടെ ജയിക്കുന്നത്. വിജയമുറപ്പായിരുന്നതിനാൽ നേരെ പ്രചാരണം പോലും നടത്താതിരുന്ന ലീഗിനെ പണിയെടുപ്പിച്ച തെരഞ്ഞെടുപ്പാണ് 1998-ലേത്. അന്ന് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ച മണ്ഡലത്തിലെ ആദ്യ വനിതാ സ്ഥാനാർത്ഥി കൂടിയായ മിനു മുംതാസ് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. തിരൂർ സ്വദേശിനി മിനു മുംതാസ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, മണ്ഡലത്തിലെ ആദ്യ വനിതാ സ്ഥാനാർത്ഥി. 1998-ലെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായാണ് 25-കാരി സ്ഥാനാർത്ഥിയായത്. മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരു സ്ഥാനാർത്ഥിക പട്ടിക തയ്യാറാക്കി. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ എൻ്റെ പേരും ഇടം പിടിച്ചു. പക്ഷെ അന്നൊന്നും പ്രതീക്ഷിക്കണില്ല പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം സ്ഥാനാർത്ഥിയാവുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതില്ല, എന്ന് വിചാരിച്ചിട്ടുമില്ല. രാഷ്ട്രീയം എന്താണെന്ന് അത്ര സജീവമായിട്ട് അറിയില്ല. 6ാം വിജയം ഉറപ്പിച്ചിറങ്ങിയ UDF സ്ഥാനാർത്ഥി GM ബനാത്വാല മണ്ഡലത്തിൽ കാര്യമായി പ്രചാരണത്തിനിറങ്ങിയിരുന്നില്ല. എന്നാൽ മിനു മുംതാസ് UDFകാരെ പണിയെടുപ്പിച്ചു എന്നതാണ് ചരിത്രം. ഞാൻ ആദ്യം പാർട്ടിയിലൊന്നും സജീവമല്ലാത്ത ഒരാളായിരുന്നു. ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നമുക്ക് ചില മണ്ഡലങ്ങളിലൊക്കെ ശ്രദ്ധയൂന്നാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിഷയമായാലും സാമൂഹികമായ സ്കൂള് അങ്ങനത്തെ പൊതുകാര്യങ്ങളിലെല്ലാം ഇടപെടുകയും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വളാഞ്ചേരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ EK നായനാർക്കൊപ്പം വേദി പങ്കിട്ടത് മിനു ഓർക്കുന്നു. മലപ്പുറം ജില്ലയിൽ പൊതുപ്രവർത്തനത്തിൽ സ്ത്രീകൾ അത്ര സജീവമല്ലാത്ത കാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ധാരാളം സ്ത്രീകളാണ് രാത്രിയടക്കം സജീവമായി രംഗത്ത് വന്നത്. ഇലക്ഷൻ വന്നതോടുകൂടി നല്ല സജീവമായി, സ്ത്രീകൾക്കൊക്കെ നല്ല ആവശ്യമായി, നല്ല സജീവമായ പ്രവർത്തനം എല്ലാ മണ്ഡലങ്ങളിലും ആവേശോജ്വലമായൊരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ പറ്റിയത്. പിന്നെ നല്ല സ്ത്രീകൾ തന്നെ കൂടെ ഉണ്ടാവും. എപ്പോഴും ഒരു 3-4 വാഹനമായിട്ട് ഞങ്ങൾ സജീവമായി തുടങ്ങിയപ്പോഴാണ് അവർക്കെക്കുറിച്ച് പണിയെടുക്കേണ്ടി വന്നു. അന്ന് തോറ്റെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചുവെന്നാണ് മിനു മുംതാസ് വിശ്വസിക്കുന്നത്. ഇടക്കാലത്ത് CPI വിട്ടെങ്കിലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. 24 തിരൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.